വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുന്നവരായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സാന്നിധ്യം വിശ്വസിക്കുവാൻ ഉള്ള കൃപ ലഭിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 16-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ ഈശോയിൽ വിശ്വസിക്കുക. അതൊരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിൽ വിശ്വസിക്കുക. വിശുദ്ധ കുർബാനയിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട്. ഈശോയിൽ വിശ്വസിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈശോയിൽ വിശ്വസിക്കുക. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ, ജന്മം കൊണ്ട് നാള് മുതൽ, അറിവ് ഉണ്ടായ നാള് മുതൽ, വിശുദ്ധ കുർബാനയിലെ ഈശോനെ നാവ് കൊണ്ട് സ്വീകരിച്ച നാള് മുതൽ ഇന്ന് വരെ എത്രയോ തവണ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുത്തു. പക്ഷേ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ ദിവ്യകാരുണ്യ ഈശോനെ നാവിൽ സ്വീകരിക്കുന്ന സമയത്ത് എത്രമാത്രം വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും കൂടി, ഉള്ളിലെ വലിയ വലിയ വിശ്വാസത്തോടു കൂടി നാവിൽ അത് എൻ്റെ ഈശോയാണ് എന്ന് ആഗ്രഹിച്ച് വിശ്വസിച്ച് ഈശോനെ സ്വീകരിച്ചിട്ടുണ്ട്. വലിയ വിശ്വാസത്തോടെ, ഭക്തിയോടെ, സ്നേഹത്തോടെ, വിറയലോടെ നാവിൽ എത്ര തവണ നമ്മൾ ഈശോനെ സ്വീകരിച്ചിട്ടുണ്ട്. അതായത് വിശ്വാസത്തിൽ വളർച്ച, ദിവ്യകാരുണ്യ ഈശോയിലുള്ള വിശ്വാസത്തിന്റെ വളർച്ച എത്രത്തോളം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കുക. ഒരു ഗാനത്തിന് ഏരിയയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരിച്ച് ആ ദിവസം ഒന്ന് ഓർക്കുക. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ നാവിലെ ഈശോനെ, വിശുദ്ധ കുർബാനയിലെ ഈശോനെ നാവിൽ സ്വീകരിക്കുമ്പോൾ, എന്നെ സൃഷ്ടിച്ച തമ്പുരാന്റെ നാവിൽ വരുമ്പോൾ അത്രമാത്രം വിറയലോടും സ്നേഹത്തോടും ഭക്തിയോടും കൂടി ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? ദേവാലയത്തിൽ അത്രമേലെ ഭക്തിയോടെ, സംസാരിക്കാതെ, വർത്തമാനം പറയാതെ, മറ്റു കാര്യങ്ങൾ നോക്കാതെ ഭക്തിയോടെ ഞാൻ ദേവാലയത്തിൽ ചെലവഴിച്ചിട്ടുണ്ടോ? ദേവാലയ പരിസരങ്ങളിൽ ഞാൻ ചെലവഴിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയെ നാവിൽ ഭക്തിയോടെ സ്വീകരിച്ചിട്ടുണ്ടോ? കുമ്പസാരിച്ചൊരുങ്ങി ഞാൻ ഈശോയെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഒരു വിചിന്തനം ചെയ്യുക. കാലത്ത് നേരടിയോടുകൂടെ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവമേ നിൻ
ഈശോ ഇപ്രകാരം പറയുകയാണ്, ഈശോ പറയുകയാണ്, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. വിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം രക്ഷ പ്രാപിക്കും. വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഈശോയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു കുടുംബം രക്ഷ പ്രാപിക്കും. നിറഞ്ഞവരെ, നമ്മുടെ കുടുംബങ്ങളിലെ സമ്പൂർണ്ണ കുടുംബമായിട്ട് മാറാം. സമ്പൂർണ്ണ വിശുദ്ധ കുർബാനയുടെ കുടുംബമായിട്ട് മാറാം. സമ്പൂർണ്ണ വിശുദ്ധ കുർബാനയുടെ ഒരു കുടുംബമായി മാറാം. എല്ലാ കുടുംബാംഗങ്ങളും വിശുദ്ധ കുർബാന കഴിവതും എല്ലാ ദിവസവും സ്വീകരിക്കുന്ന ഒരു കുടുംബമായിട്ട് നമുക്ക് മാറുവാൻ സാധിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ ഈശോയാണോ ഉള്ളത്? അപ്പോൾ ആഴ്ചയിൽ ഒന്ന് സ്വീകരിച്ചാൽ മതിയോ? പറ്റില്ല. ദൈവമല്ലേ ഈശോ? ഈശോ ദൈവമായ ഈശോയല്ലേ വിശുദ്ധ കുർബാനയിലുള്ളത്? അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. അതിനുള്ള സമയം കണ്ടെത്തി എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമ്പൂർണ്ണ വിശുദ്ധ കുർബാനയുടെ കുടുംബമായിട്ട് മാറുവാൻ കൃപ കിട്ടണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം.